അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 9ാമത്തെ പാഠം ഫളൽനാ ബഅ്ളുഹും അലാ ബഅ്ള്. അവരിൽ നിന്നും ചിലർക്ക് ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ആരെക്കുറിച്ചാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമുക്ക് പാഠം വായിക്കാം. അമ്പിയാക്കളുടെ എണ്ണം എത്രയാണ്? അബൂദർദാ റളിയല്ലാഹു അൻഹു ചോദിച്ചു. 1,24,000 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മുർസലുകൾ എത്രയാണ്? രണ്ടാമത്തെ ചോദ്യം, മുർസലുകൾ എത്രയാണ്? അപ്പം നബി തങ്ങൾ പറയാണ് 313. ആദ്യത്തെ നബി ആരാണ്? ആദം നബി അലൈഹിസ്സലാം. ഹദീസ് ഗ്രന്ഥം വായിച്ച് ഉപ്പ അർത്ഥം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂദർദാ തങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഉപ്പ വായിച്ചിട്ട് ഉപ്പ റാബിയ എന്ന് പറയുന്ന കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അമ്പിയാക്കൾ ആരാണ്? റാബിയ ചോദിച്ചു. ആരാണ് അമ്പിയാക്കൾ? ആരാണ് നബിമാരെ? ഉപ്പ മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നവരാണ് അമ്പിയാക്കൾ. ആരാണ് അമ്പിയാക്കൾ? മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നവരാണ് അമ്പിയാക്കൾ. ആരാണ് നബിമാരെന്ന് ചോദിച്ചാലും ഇത് തന്നെയാ മറുപടി. മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നവരാണ് അമ്പിയാക്കൾ. റാബിയ, അമ്പിയാക്കളുടെ പ്രത്യേകത എന്താണ്? അമ്പിയാക്കൾക്ക് എന്താ പ്രത്യേകതയുള്ളത്? അപ്പോൾ അമ്പിയാക്കൾക്ക് 9 വിശേഷണങ്ങളുണ്ട്, 9 സിഫത്തുകളുണ്ട് അമ്പിയാക്കൾക്ക്. ഏതാണത്? വാജിബായ 4 സിഫത്ത്. 4 സിഫത്തുകളെ അമ്പിയാക്കൾക്ക് ഉണ്ടാകൽ നിർബന്ധമാണ്. മുസ്തഹീലായ 4 സിഫത്ത്. മുസ്തഹീലായ സിഫത്ത് പറഞ്ഞാൽ അമ്പിയാക്കൾക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത 4 സിഫത്ത്. അതുപോലെ ജായിസായ ഒരു സിഫത്ത്. അപ്പോൾ അമ്പിയാക്കൾക്ക് മൊത്തം 9 സിഫത്ത്, 4 വാജിബായ സിഫത്തും 4 മുസ്തഹീലായ സിഫത്തും 1 ജായിസായ സിഫത്തും. ഏതൊക്കെയാണ് ആ സിഫത്തുകൾ? അപ്പോൾ വാജിബായ സിഫത്തുകൾ പറയാണ്: സത്യസന്ധത, കൂർമ്മബുദ്ധി, വിശ്വസ്തത, പ്രബോധന പ്രവർത്തനം എന്നിവ വാജിബായ സിഫത്തുകളാണ്. മുർസലുകൾ അമ്പിയാക്കൾ ആരായിരിക്കണം? നബിമാരായിരിക്കണം? സത്യസന്ധതയുള്ളതായിരിക്കണം, നല്ല ബുദ്ധിശക്തി കൂർമ്മബുദ്ധിയുള്ളവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം, വഞ്ചിക്കുന്നവരാവാൻ പാടില്ല, പ്രബോധനം ചെയ്യുന്നവരായിരിക്കണം, ദീനിനെ പ്രബോധനം ചെയ്യുന്നവരായിരിക്കണം. ഇതൊക്കെ അവർക്ക് വാജിബായ സിഫത്തുകളാണ്. ഇനി ഇതിൻ്റെ നേരെ എതിരാണ് മുസ്തഹീലായ സിഫത്ത്, കളവ് പറയൽ. വാജിബായ സിഫത്ത് പറഞ്ഞാൽ സത്യസന്ധത, അതിൻ്റെ എതിര് കളവ് പറയൽ. അത് ബുദ്ധിമാന്ദ്യം, അതായത് ബുദ്ധി കൂർമ്മത എന്നുള്ളതിൻ്റെ വിപരീതമാണ് ബുദ്ധിമാന്ദ്യം എന്നുള്ളത്. അടുത്തത് വിശ്വസ്തത പറഞ്ഞത് വിശ്വാസവഞ്ചന. വിശ്വാസവഞ്ചനയ്യ പിന്നെ വാജിബായ സിഫത്തിൻ്റെ എതിര്. അടുത്ത് നമ്മൾ വാജിബായ സിഫത്തിൽ പറഞ്ഞ് പ്രബോധന പ്രവർത്തനം എന്നാണ്. എന്താണത്? ദൗത്യം മറച്ചു വെക്കൽ, പ്രബോധനം ചെയ്യാതിരിക്കുക, അതാണ് ദൗത്യം മറച്ചു വെക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ നബിമാർക്ക് വാജിബായ സിഫത്ത് സത്യസന്ധത, കൂർമ്മബുദ്ധി, വിശ്വസ്തത, പ്രബോധന പ്രവർത്തനം. നബിമാർക്ക് മുസ്തഹീലായ സിഫത്തുകൾ ഏതൊക്കെയാണ്? കളവ് പറയൽ, ബുദ്ധിമാന്ദ്യം, വിശ്വാസവഞ്ചന, ദൗത്യം മറച്ചു വെക്കൽ എന്നിവ മുസ്തഹീലായ സിഫത്തുകളാണ്. അവരുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങളുണ്ടാവൽ ജായിസായ സിഫത്താണ്. അപ്പോൾ അമ്പിയാ മുർസലുകളുടെ പദവിക്ക്, അവരുടെ സ്ഥാനത്തിനൊരു കോട്ടം വരുത്താത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടാകൽ എന്താണ്? ജായിസായ സിഫത്താണ്. അപ്പോൾ നബിമാരുടെ ജായിസായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവൽ, അതാണ് ജായിസായ സിഫത്ത്. ഉദാഹരണം, ഭക്ഷണം കഴിക്കുന്നത് പോലെ അത് അവരുടെ പദവിക്ക് മോശം വരുത്തുന്ന കാര്യമല്ലല്ലോ. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നവരാണ്, അതുകൊണ്ട് അവരുടെ പദവിക്ക് അതെന്ത് ചെയ്യില്ല, മോശം വരുത്തില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. ഇനി അമ്പിയാക്കളിൽ ശ്രേഷ്ഠരാണ് മുർസലുകൾ. റാബിയ അപ്പോൾ ചോദിക്കുകയാണ്, മുർസലുകൾ ആരാണ്? റാബിയ ഉപ്പാനോട് ചോദിച്ചു, മുർസലുകൾ ആരാണ്? അപ്പോൾ ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, മതനിയമങ്ങൾ വഹി ലഭിക്കുന്നതോടൊപ്പം അവ പ്രബോധനം ചെയ്യാൻ കൽപ്പനയുള്ളവരാണവർ. മതനിയമങ്ങൾ വഹി ലഭിക്കുന്നതോടൊപ്പം, വഹി ലഭിച്ചാൽ ആരായി? നബിമാരായി. ഇനി അത് മുർസലാവുന്നത് എപ്പോഴാണ്? അവ പ്രബോധനം ചെയ്യാൻ കൽപ്പനയുമുള്ളവരാണ്. അപ്പം മതനിയമങ്ങൾ വഹി ലഭിച്ച് ആ മതനിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ കൽപ്പനയുണ്ടോ? ആ നബി ആരുമായിരിക്കും? മുർസലായിരിക്കും. മുർസലുകൾ ആരൊക്കെയാണ്? എല്ലാവരുടെയും പേരുകൾ നമുക്കറിയില്ല. അവരിൽ ശ്രേഷ്ഠരായവർ ഖുർആനിൽ പേര് പറഞ്ഞ 25 പേരാണ്.
റാബിയ, ഖുർആനിൽ പേര് പറഞ്ഞവരെല്ലാം മുർസലുകളല്ലേ? ഉപ്പ, അതെ. അപ്പോൾ 25 മുർസലുകളുടെ പേരിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. റാബിയ, അവർ ആരൊക്കെയാണ്? ആ 25 മുർസലുകൾ ആരൊക്കെയാണ്? ഉപ്പ ബൈത്ത് ചൊല്ലി. എന്താ ബൈത്ത്? ആദമുൻ ഇദ്രീസ് നൂഹുൻ ഉഹൂദു മഅ സ്വാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബഅ ലൂത്തുൻ വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദാ യാഖൂബ് യൂസുഫു വ അയ്യൂബ് ഇഹ്തദാ ശുഐബു ഹാറൂനു വ മൂസാ വൽ യസഅ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു ഇത്തബഅ ഇല്യാസ് യൂനുസ് സക്കരിയ യഹ്യ ഈസാ വ ത്വാഹ ഖാതിമുൻ ദഅയ്യ. ഹും ആദമൻ, ഒന്നാമത്തെ നബി ആരാ? ആദം നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം, പിന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, അല്യസ അലൈഹിസ്സലാം, ദുൽകിഫ്ലി അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ഇല്യാസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, യഹ്യ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. വ ത്വാഹ എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിൻ്റെ പേരിനെ പറ്റി പറഞ്ഞത്. റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞാണ് വ ത്വാഹ എന്നുള്ളത്. റസൂലുള്ളാഹിൻ്റെ പേരാണ് ത്വാഹ എന്നുള്ളത്. അപ്പോൾ ത്വാഹ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നബി തങ്ങളുടെ മറ്റൊരു പേരാണ് ത്വാഹ എന്നുള്ളത്. അങ്ങനെ 25 നബിമാരുടെ പേര് ഉപ്പ ബൈത്തിലൂടെ റാബിയക്ക് പറഞ്ഞു കൊടുത്തു. റാബിയ, മുർസലുകളിൽ ശ്രേഷ്ഠർ ആരാണ്? മുർസലുകളുടെ കൂട്ടത്തിൽ ഇനി ശ്രേഷ്ഠരുണ്ടോ? ഉപ്പ ഉലുൽ അസ്മ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ മുർസലുകളിൽ ശ്രേഷ്ഠരാണ് ആര്? ഉലുൽ അസ്മ്. നബിമാരിൽ ശ്രേഷ്ഠരാണ് മുർസലുകൾ. ആ മുർസലുകളിൽ ശ്രേഷ്ഠരാരാണ്? ഉലുൽ അസ്മ് എന്ന് പറയുന്ന ആളുകളാണ്, നബിമാരാണ്. റാബിയ, അവർ ആരൊക്കെയാണ്? ഉപ്പ മനക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചവരാണ് ഉലുൽ അസ്മുകൾ. ആരാണ് ഉലുൽ അസ്മുകൾ? മനക്കരുത്തോടെ കൂടുതൽ ത്യാഗം സഹിച്ചവരാണ് ഉലുൽ അസ്മ്. അവർ 5 പേരാണ്. ആരാണത്? മുഹമ്മദുൻ ഇബ്രാഹിം മൂസ കലീമുഹു ഫഈസ ഫനൂഹുൻ ഹും ഉലുൽ അസ്മി ഫഅലമി. മുഹമ്മദ് നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ഇങ്ങനെ 5 പേര്. മുഹമ്മദ് നബി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ഇങ്ങനെ 5 പേരാണ് ഉലുൽ അസ്മുകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞത് നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠർ മുർസലുകളാണ്. അവരിൽ 25 പ്രധാനപ്പെട്ട നബിമാരുടെ പേര് ഖുർആനിൽ പറഞ്ഞു. ആ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠത ആരാ? അത് ഉലുൽ അസ്മുകളാണ്. അവരാരൊക്കെയെന്നും പറഞ്ഞു. ഇനി ഉലുൽ അസ്മിൽ ഏറ്റവും ശ്രേഷ്ഠർ നമ്മുടെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ഉലുൽ അസ്മുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അവിടുന്ന് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉപ്പ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ഉപ്പാൻ്റെ കണ്ണ് എന്ത് ചെയ്തു? നിറഞ്ഞുപോയി. തിൽക്കർ റുസുൽ ഫല്ലൽനാ ബഅ്ളഹും അലാ ബഅ്ള്. ആ മുർസലുകളിൽ ചിലർക്ക് ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ നക്തുബ് എഴുതാനാണ്. എന്താ എഴുതേണ്ടത്? ഖുർആനിൽ പറഞ്ഞ 25 നബിമാരുടെ പേരെഴുതുക. അപ്പോൾ 1 ആദം നബി അലൈഹിസ്സലാം, 2 ഇദ്രീസ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഹൂദ് നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, അല്യസ നബി അലൈഹിസ്സലാം, സ്വാലിഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, ദുൽകിഫ്ലി നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ഇല്യാസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, യഹ്യ നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. 25-ാമത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 2-ാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. 1 ആരാണ് അംബിയാക്കൾ? ആൻസർ മതനിയമങ്ങൾ വഹി ലഭിക്കുന്നവരാണ് അംബിയാക്കൾ. 2 മുർസലുകൾ ആരാണ്? മതനിയമങ്ങൾ വഹിയായി ലഭിക്കുന്നതോടൊപ്പം അവ പ്രബോധനം ചെയ്യാൻ കൽപ്പനയും ഉള്ളവരാണ് മുർസലുകൾ.
ഇനി മൂന്നാമത്തെ ഉലുൽ അസ്മ് എന്ന് പറയുന്നത് ആർക്ക്? ആൻസർ, മനക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചവരാണ് ഉലുൽ അസ്മുകൾ. 4 അംബിയ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ആൻസർ, ഉലുൽ അസ്മുകൾ. അംബിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണെന്ന് ചോദിച്ചാൽ ഉലുൽ അസ്മുകൾ. 25 ഉലുൽ അസ്മിൻ്റെ പേരെഴുതുക. ഉലുൽ അസ്മുകളായ നബിമാരുടെ പേര് എഴുതാനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. 6 അംബിയ മുർസലുകൾക്ക് ജായിസായ സിഫത്ത് ഏത്? അവരുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവൽ അവർക്ക് ജായിസായ സിഫത്താണ്. അവരുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവൽ അവർക്ക് ജായിസായ സിഫത്താണ്. ഇനി നസിൽ ചേരുമ്പടി ചേർക്കാനുള്ളതാണ്. അസ്സിദ്ഖ്, അതിൻ്റെ അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് യോജിപ്പിക്കുക. അസ്സിദ്ഖ് സത്യസന്ധത, അൽ ഫത്താനത്ത് കൂർമ്മ ബുദ്ധി, അമാനത്ത് വിശ്വസ്തത, തബ്ലീഗ് പ്രബോധന പ്രവർത്തനം. ഇനി മുസ്തഹീലായ സിഫത്തും അതിൻ്റെ അർത്ഥങ്ങളും കൊടുത്തിരിക്കുന്നു. അൽ കദിബ് കളവ് പറയൽ, അൽ ഖിയാനത്ത് വിശ്വാസവഞ്ചന, അൽ കിത്മാനി ദൗത്യം മറച്ചു വയ്ക്കൽ, അൽ ബലാദത്ത് ബുദ്ധിമാന്ദ്യം, അൽ ബലാദത്ത് ബുദ്ധിമാന്ദ്യം. ഇങ്ങനെ യോജിപ്പിച്ച് അർത്ഥങ്ങളും അതിൻ്റെ അറബി വാക്യങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഇനി നംലഉൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1 അള്ളാഹു 1,00,000 നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. 1,24,000 നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. 2 മുർസലുകളുടെ എണ്ണം ഡാഷ് ആണ്. മുർസലുകളുടെ എണ്ണം 313 ആണ്. 3 ഉലുൽ അസ്മ് ഡാഷ് പേരാണ്. ഉലുൽ അസ്മുകൾ എത്ര പേരാ? 5 പേരാണ്. 4 അംബിയാക്കൾക്ക് ഡാഷ് സിഫത്തുകളുണ്ട്. എത്ര സിഫത്തുകളുണ്ട്? 9 സിഫത്തുകളുണ്ട്. 5 അംബിയാക്കളുടെ പദവിക്ക് ഹാനികരമല്ലാത്ത കാര്യങ്ങളുണ്ടാകൽ ഡാഷ് സിഫത്താണ്. ഏത് സിഫത്താ? ജായിസായ സിഫത്താണ്. ഇനി നക്തുബ്, ഇവിടെ കള്ളിയിൽ കൊടുത്തതുപോലെ തൊട്ടടുത്തുള്ള കള്ളിയിലേക്ക് എഴുതുക എന്നുള്ളതാണ്. കോപ്പി എഴുതുന്നത് പോലെ അക്ഷരങ്ങൾ ഹർക്കത്ത് പുള്ളിയൊന്നും തെറ്റാതെ കൃത്യമായിട്ട് എഴുതുക. ഓരോ കള്ളിയിലേക്കും എഴുതി കൊടുക്കുക. ഇനി നക്ര നഫും വായിച്ച് മനസ്സിലാക്കാൻ. ഈ മഅ എന്ന് പറഞ്ഞാൽ കൂടെ, ഹും എന്ന് പറഞ്ഞാൽ അവർ, കഥ അപ്രകാരം, കുല്ലു എന്ന് പറഞ്ഞാൽ എല്ലാവരും, ദഅ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, മുത്തബഉൻ പിന്തുടരാൻ അർഹർ, ഗയ്യൻ എന്ന് പറഞ്ഞാൽ വഴികേട്, ഇഹ്തദ എന്നാൽ പിന്തുടർന്നു. ഇനി അടുത്തത് തഖ്സീസാണ്. തഖ്സീസ് പറയുന്നത് പദ്യം കാണാതെ പഠിച്ച് ഈണത്തിൽ ചൊല്ലുക. പദ്യം കാണാതെ പഠിച്ച് ഈണത്തിൽ ചൊല്ലാനാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതോടെ നമ്മുടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.